6, 7, 9 ഈ 4 അധ്യായങ്ങളിൽ നമ്മളുടെ ഈ പ്രധാനമായിട്ടും ഈ ദൈവരാജ്യ കേന്ദ്രീകൃതമായ ദൈവനീതി മനസ്സിലാക്കുന്നതിന് നമ്മളിന്ന് കേട്ടു, യേശു ക്രിസ്തുവിലുള്ള നമ്മളുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടുന്നാണ്. ബാക്കി പറഞ്ഞ എല്ലാവരും ദൈവം അവനെ ബാക്കി പറഞ്ഞേ, ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. God sent him wisdom for us. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജ്ഞാനമാണ് യേശു ക്രിസ്തു. സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണേ. അങ്ങയുടെ സ്വഭാവം എന്താ? ഉള്ളത് മുഴുവനും കൊടുക്കുക. എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. ഇതാണ് അങ്ങയുടെ സ്വഭാവം. നമ്മളെന്നിട്ട് എനിക്കത് തരണേ, എനിക്കിത് തരണേ, ഈ കൊച്ചു പിള്ളേരുടെ മാതിരി എനിക്കൊരു പെൻസിൽ തരണേ, എനിക്ക് റബ്ബർ കിട്ടിയില്ല. ഇതാണ് കർത്താവ് നോക്കുമ്പോൾ ചിരിക്കുന്നത്. ഞാൻ ഇവർക്ക് എനിക്കുള്ളതെല്ലാം കൊടുത്തിട്ട് ഒന്നുമില്ലാത്തവരുടെ പോലെ ഇവരിങ്ങനെ നക്കാപ്പിറ്റേം ചോദിച്ചിങ്ങനെ നടക്കുകയാണ്. മനസ്സിലായോ? പ്രാർത്ഥിക്കാൻ തന്നെ ഒരു ജ്ഞാനം വേണം ഇനി, ഇല്ലേ? എന്ത് പ്രാർത്ഥിക്കണം? എനിക്ക് എന്തോ ഒരു സന്തോഷം എന്നറിയാമോ? കാരണം ദൈവത്തിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. ഞാൻ ആരാന്നാ വിചാരിച്ചേ? മനസ്സിലാവുന്നുണ്ടോ? അതാണ് ദൈവമക്കളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ദൈവമക്കൾക്ക് ഒരു സ്വാതന്ത്ര്യമുണ്ട്. പ്രധാനമായിട്ട് സ്വാതന്ത്ര്യം എന്താ? അവർ ദൈവത്തിൻ്റെ ജ്ഞാനം അവരുടെ അവകാശമാണ്. ദൈവത്തിൻ്റെ ജ്ഞാനം. ഈ പെട്ടെന്നൊരു കാര്യം പറയാം. ഞാൻ ഈ വലിയ വലിയ ഫാക്ടറികളുടെയൊക്കെ ജോലി ചെയ്തിരുന്ന കാലത്ത് ആർക്കും ചെയ്യാൻ പറ്റാത്ത, മാസങ്ങളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റാത്ത ചില ജോലികളിൽ ചില ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. അങ്ങനെ അവർ അനൗൺസ് ചെയ്യും ന്യൂസ് പേപ്പറിലും, ആരെങ്കിലും ഇതിന് കോമ്പറ്റൻ്റ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കണം. അപ്പോൾ ചിലവരെ കണ്ടിട്ട് അവർ എന്നെ വിളിച്ച് പറയുന്നത്, ഇവിടെ ഇങ്ങനെ ഒരു കേസുണ്ട്, 6 മാസമായിട്ട് ആർക്കും ചെയ്യാൻ പറ്റാണ്ട് കിടക്കുകയാണ്, നീ ഒന്ന് വന്ന് നോക്കാമോ? യെസ്. അങ്ങനെ വന്നാൽ ഉടനെ ഞാൻ അവിടെ ചെല്ലും. ഞാൻ അവിടെ ചെന്നാൽ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. ആദ്യം പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണേ. ചില കേസുകളൊക്കെ 3 ദിവസം അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ച് 3-ാം ദിവസം രാത്രി പെട്ടെന്ന് ഒരു ഐഡിയ ഇങ്ങോട്ട് കിട്ടുകയാണ്. ഞാനങ്ങ് എക്സൈറ്റഡ് ആയിട്ട് കിടന്ന് ഒച്ചയുണ്ടാക്കി ബഹളുണ്ടാക്കി, എനിക്ക് കിട്ടി എന്ന് പറഞ്ഞ് ഭാര്യയൊക്കെ വിചാരിച്ച് എന്തോ പ്രശ്നമായത്. ഇല്ലേ, ആർക്കിമെഡീസ് വസ്ത്രമൊന്നും ഇല്ലാണ്ട് ഓടിയെന്ന് പറഞ്ഞ മാതിരി അതുപോലെ ഒരു എക്സൈറ്റ്മെൻറ്റ്. ഞാനങ്ങ് അതുപോലെ ആരും വിചാരിക്കാത്ത ഒരു ഐഡിയണതാണ്. പാതിരാത്രിക്കാണ്. അപ്പോൾ ആ ഫാക്ടറി പോയിട്ട് അവരെ വിളിച്ച് പറയാനൊന്നും പറ്റില്ല. അവന് അടുത്തുള്ള എൻ്റെ ഫ്ലാറ്റിൽ താമസിക്കുന്ന എൻ്റെ ഒരു സുഹൃത്തിനെ രാത്രി വിളിച്ച് എണിപ്പിച്ച് എനിക്ക് അവരോടങ്ങ് പറയാണ്ടൊരു സമാധാനമായിട്ട്. അത് കഴിഞ്ഞ് നേരം വെളുത്ത് ഞാൻ വേഗം ഫാക്ടറിയിൽ പോയി അവരോട് കാര്യം പറഞ്ഞു. അവരങ്ങ് അത്ഭുതപ്പെട്ടു, ഇതെങ്ങനെ കിട്ടിയെന്ന് എനിക്ക് ഐഡിയ. 6 മാസമായിട്ട് ഇത്രയും വലിയ വലിയ എൻജിനീയർമാർക്ക് ആർക്കും കിട്ടാത്ത ഒരാശയം.
അപ്പോൾ നമ്മുടെ ജോലിപരമായ കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ്. ഒരിക്കലൊരു സായിപ്പിൻ്റെ കമ്പനിയിൽ ഒരു വലിയ ഇതുപോലെയുള്ള ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു ജോലിയാണ്. അപ്പോൾ ഇയാൾ അനൗൺസ് ചെയ്തു ന്യൂസ് പേപ്പറിൽ. ഞങ്ങൾ ബോംബെയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇത് കണ്ട് ഞാൻ അതിൻ്റെ ഒരു പ്രപ്പോസലായിട്ട് ഐഡിയ ആയിട്ട് ചെന്നിരിക്കുകയാണ്. എന്നെ കണ്ടപാടെ ഇയാളുടെ മൂഡ് ഔട്ടായി. കാരണം ഞാൻ ഇത്രയും ചെറിയ മനുഷ്യൻ ഇത്രയും വലിയ ജോലി എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് തോന്നുന്നത് അയാൾ ചിന്തിച്ചത്. അയാൾ ചോദിച്ചു, നിനക്ക് ഈ 11 നില കെട്ടിടത്തിൻ്റെ മുകളിൽ ഇതിനെ കയറ്റാൻ പറ്റിയ ക്രെയിൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് ക്രെയിനൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ സംഭവം ഇതിൻ്റെ മുകളിൽ എടുത്ത് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളൊരു ഐഡിയ ഉണ്ട്. ഇയാൾക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇയാൾ പറഞ്ഞു, ഗെറ്റ് ഔട്ട്. ഷോ ബോംബെയിൽ നിന്ന് ഫ്ലൈറ്റിന് വന്നു ഈ ഐഡിയ പറയാനൊക്കെ ആയിട്ട്. ഇത് മാത്രം ഒരു ഐഡിയ ഉള്ളത് ചെയ്യാമെന്നുള്ളതും എനിക്ക് തോന്നി. ഇയാൾ എന്ത് ചെയ്താൽ എന്നോട് സംസാരിക്കാനേ പറഞ്ഞു. ഇയാൾ ഇവിടെ ഇത്രയും വലിയൊരു ക്രെയിൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അയാൾ നല്ലൊരു മനുഷ്യനാണ്. അവസാനം എങ്ങനെ ഇയാളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ അന്നും ഇത് 30 വർഷം മുമ്പത്തെ കാര്യമാണ്. പരിശുദ്ധാത്മാവേ, നീ തന്നെ സഹായിക്കണേ. അതാണ് സഹായം. അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി പറയാൻ, ഒരു സെൻറ്റൻസ് കൂടി എന്നെ പറയാൻ അനുവദിക്കാൻ. അപ്പോഴും എനിക്കറിഞ്ഞൂടാ ഞാൻ ആ ഒരു സെൻറ്റൻസിൽ എന്താ പറയാൻ പോണേന്ന്. ഒരു സെൻറ്റൻസ് കൂടി, allow me to speak one more sentence. He said, no. അപ്പോൾ ഈ സായിപ്പിൻ്റെ ഒരു സ്വഭാവമാണ്. ഒരു പ്രാവശ്യം നോ പറഞ്ഞാൽ പിന്നെ നോ തന്നെയാണ്. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. എങ്കിലും പരിശുദ്ധാത്മാവേ, നീ സായിപ്പിൻ്റെയും പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, come on, speak. ഇയാൾ വലിയ മനുഷ്യൻ, ഞാൻ കുഞ്ഞു മനുഷ്യൻ. ഞാനിങ്ങനെ നോക്കുകയാണ് ഇയാൾ. ഇനി ഒറ്റ സെൻറ്റൻസ് കൊണ്ട് കാര്യം സാധിക്കണം. ഇയാളെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യണം. ഈ ജോലി, ഈ കോൺട്രാക്റ്റ് കയ്യിലെടുക്കണം. ഒറ്റ സെൻറ്റൻസ്. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നെ ഇങ്ങനെ പ്രചോദിപ്പിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, വി ആർ ഇന്ത്യൻസ്, വി ബിൽഡ് Taj Mahal without crane. ഇയാള് ഒരു വശത്ത് നമ്മൾ പറയാറില്ല കണ്ണ് തള്ളി എന്ന് പറഞ്ഞ മാതിരി ശരി, ഇയാള് കണ്ണ് തള്ളി. അതേ സമയത്ത് ഇയാളുടെ മുഖത്തൊരു ചെറിയ പുഞ്ചിരി കണ്ടോ. സായിപ്പിന് കറക്റ്റായിട്ട് മനസ്സിലായി. ഇത്രയും നേരവും എന്ത് പറഞ്ഞിട്ടും മനസ്സിലാകാതിരുന്നൊരു കാര്യം. ദൈവമേ, ഇതാണ് ജ്ഞാനത്തിൻ്റെ പ്രവർത്തനം. ഇയാൾ പറഞ്ഞു, സിറ്റ് ഡൗൺ, സ്പീക്ക്. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞേ, അത് ഞാൻ പറയൂല. അത് ഞാൻ പറഞ്ഞ നമ്മുടെ ബിസിനസ് പോയില്ലേ. ഇറ്റ് ഈസ് എൻ ഐഡിയ. ഒരു ഐഡിയ. അയാൾ പറഞ്ഞു, സി ഐ ആം ദ ഡയറക്ടർ. ഞാൻ ഈ കമ്പനിയുടെ ഡയറക്ടറാണ്. നീ പറയണ ഐഡിയ വേറെ ആർക്കും ഞാൻ അനുവദിക്കില്ല. ഐ ക്യാൻ ഗിവ് ഇറ്റ് ഇൻ റൈറ്റിംഗ്. പക്ഷെ ഞാനത് അറിയണ്ടേ എന്താണ് ഈ ഫാക്ടറിയിൽ നടക്കാൻ പോണേന്ന്. അല്ലാണ്ട് ഞാനങ്ങനെ അനുവദിക്കും. All right, you are right. I don't need anything in writing. I will agree on your word. ഞാനതങ്ങ് എക്സ്പ്ലെയിൻ ചെയ്തു. ഞാൻ പറഞ്ഞു, ഇയാൾ വലിയ സായിപ്പാണ്, വലിയ ഉയരം തടി. ഇയാൾ ഇതുപോലെ എഴുന്നേറ്റിട്ട് എന്നെ അങ്ങോട്ട് ഞെക്കിക്കളഞ്ഞു. ഇയാൾ പറയണം, വാട്ട് എ വണ്ടർഫുൾ ഐഡിയ, ഹൗ യു ഗോട്ട് ദിസ്. എന്നിട്ട് ഇയാൾ പറഞ്ഞെന്താണെന്നറിയാമോ? ഇതാണ് ഞാൻ പറഞ്ഞത്, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഇയാൾ പറഞ്ഞു, യു ഡു ദ ജോബ്, ഐ പേ ദ മണി, നോട്ട് വാട്ട് യു ആസ്ക്ഡ് but the double what you asked. Praise the Lord. Hallelujah. I have money, I have budget. എനിക്ക് അതിനുള്ള ബഡ്ജറ്റ് ഉണ്ട്. നീ ചോദിച്ചതിൻ്റെ ഡബിൾ ഞാൻ തരാം.
ഇത് ഈ ഭാരതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ട് പോലുമില്ല. അതാണ്. പക്ഷേ പത്രോസിൻ്റെ വലിയ മീൻപിടുത്തന്മാരിയായിരുന്നു അത്. അത് കഴിഞ്ഞതോടെ കർത്താവ് പറഞ്ഞ് ഇനി വലയും വള്ളവും വിട്ടോ. അത്രയ്ക്ക് പ്രഗത്ഭനായിരുന്ന ഒരു എഞ്ചിനീയറായിരുന്നു ഞാൻ. ആർക്കും ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ എവിടെയുണ്ടെങ്കിൽ കോൾ തോമസ് പോൾ. ഇങ്ങനെ ഒരു കാലമായിരുന്നു. ഞാൻ അതെല്ലാം വിട്ട്, അപ്പോൾ എന്നോട് പറയും, അയാൾക്ക് എന്തോ പറ്റി, അതെല്ലാം വിട്ട് ഒരു ബൈബിളും കക്ഷത്തിൽ വെച്ച് ഇയാളിങ്ങനെ നടക്കണം. അത് എന്നാളും നടക്കുമെന്നില്ല, അയാൾ തിരിച്ചു വരും. ഉണ്ടോ? ദൈവത്തിൻ്റെ ജ്ഞാനമാണ് നമ്മുടെ ജോലിയിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ നയിക്കേണ്ടത്. ദൈവത്തിൻ്റെ ജ്ഞാനം. അപ്പോൾ ഇത് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ മുതൽ, ഒരു യുവാവായിരുന്നപ്പോൾ മുതൽ എന്നെ ആകർഷിച്ചു. എന്തോ പരിശുദ്ധാത്മാവിൻ്റെ. ഞാൻ ടാറ്റ സ്റ്റീലിലൊക്കെ ആയിരുന്നപ്പോൾ, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ജാംഷഡ്പൂർ, ജർമ്മനിയിൽ നിന്ന് വന്നിട്ടുള്ള മെഷീൻ ജർമ്മൻ എഞ്ചിനീയർ വന്ന് നടത്താൻ പറ്റാഞ്ഞിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ജ്ഞാനം കിട്ടി. എന്താ ചെയ്യേണ്ടത്? അത്ഭുതകരമായ കാര്യങ്ങൾ നടത്തുന്നു. എനിവേ, അന്ന് ഞാൻ വിവാഹം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഉടനെ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നമുക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ അവളെ ജ്ഞാനം എന്ന് പേരിടണം. മനസ്സിലായോ? അപ്പം അന്നത്തെ എൻ്റെ ഒരു വീക്ഷണം, അന്നത്തെ ആ വീക്ഷണത്തെക്കുറിച്ച് പറയുകയാണ് ഞാനേ. അന്നേ ജ്ഞാനത്തിനോട് എനിക്കൊരു സ്നേഹമായിരുന്നു. അപ്പോൾ ഭാര്യ പറഞ്ഞു, അതെങ്ങനെ ജ്ഞാനം? അങ്ങനെ ഞങ്ങൾ വിദ്യ എന്ന് പേരിട്ടു. അതാണ് ഞങ്ങളുടെ മകൾ വിദ്യ. വാസ്തവത്തിൽ പറയണമല്ല, അവൾ ഇപ്പോൾ ഒരു തിയോളജിയനാണ്. തിയോളജിയിൽ ലൈസൻഷ്യേറ്റ് എടുത്ത ചുരുക്കം ചില പെൺകുട്ടികളിൽ ഒരാളാണ്. അവളുടെ ഭർത്താവും തിയോളജിയിൽ ലൈസൻഷ്യേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സീറോ മലബാർ സഭയിലെ വാസ്തവത്തിൽ ഒരു കപ്പിൾ, ഭാര്യയും ഭർത്താവും അങ്ങനെ ദൈവശാസ്ത്രത്തിൽ പഠനം നടത്തിയിട്ടുള്ളതാണ്. ഇതെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ മക്കളെല്ലാവരും കമ്പ്യൂട്ടർ എഞ്ചിനീയറും ഡോക്ടറും ആവണമെന്ന് വല്ലവരും പറഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ട് അവരെ തിയോളജിക്കലായിട്ടുള്ള പഠനത്തിന് നമ്മൾ അയച്ചുകൂടാ? അങ്ങനെ തിയോളജി പഠിച്ച് ദൈവശാസ്ത്രം പഠിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് വീടിനും സഭയ്ക്കും സമൂഹത്തിനും ദൈവികമായ കാര്യങ്ങൾ സഹായിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ജ്ഞാനം 6-ാം അധ്യായത്തിലേക്ക് പോകാം. ഇപ്പോൾ നല്ല ക്ലൈമറ്റാണ് ക്ലാസ് എടുക്കാനില്ലേ? ഒരു 12 മണി വരെ പോയാലോ? വിരോധമില്ല അല്ലേ? നോക്കട്ടെ, നമുക്ക് നോക്കാം, എവിടം വരെ പോകണമെന്ന് നോക്കാം കേട്ടോ. എനിക്ക് നിങ്ങളോട് ഭയങ്കര സന്തോഷമാണ്. കാരണം ഒരുവിധം ഇടയ്ക്കൊരിച്ചിരി മന്നിപ്പ് വന്നെന്നുള്ളത് വിട്ടിട്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഇല്ലേ? ഈ ക്ലാസ്സാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ക്ലാസ്. ഇത് മിക്കവാറും ഇപ്പോൾ നമ്മൾ പാസ്സായ മാതിരിയാണ് ഇപ്പോൾ കേട്ടോ. ആ ഒരു 2-3 മണിക്കൂറിന് മുമ്പ് നമ്മൾ ആ പൗലോസ്ലീഹയുടെ ലേഖനം വ്യാഖ്യാനിച്ചപ്പോഴാണ് എഴുന്നേറ്റൊന്ന് പോകാൻ തോന്നി ചിലവർക്ക്. അല്ലെങ്കിൽ അത് അങ്ങോട്ട് ഗ്രഹിക്കുന്നില്ല. അത് പത്രോസ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഈ പൗലോസിൻ്റെ ലേഖനങ്ങൾ എല്ലാവർക്കും അത്ര എളുപ്പം മനസ്സിലാവില്ല എന്ന്. പക്ഷേ അത് മനസ്സിലായേ തീരൂ, അത് മനസ്സിലാക്കണം. ഈ രണ്ടാമത് നമ്മൾ അങ്ങോട്ട് പോകും ഇത് കഴിഞ്ഞിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ജ്ഞാനം 6-ാം അധ്യായത്തിൽ കൃത്യമായ ഒരു നിർദ്ദേശമുണ്ട്. ഇത് നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒരു പോയിൻ്റാണ്. 11, 12, 13, 14, 15 5 വചനങ്ങളിൽ 7 കാര്യങ്ങളാണ് ജ്ഞാനം ലഭിക്കുന്നതിൻ്റെ 7 കാര്യങ്ങൾ. അതിൻ്റെ സെൻട്രൽ പോയിൻ്റാണ് നമ്മൾ കേട്ടത്. പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടണം, അവൾ വാതിക്കൽ തന്നെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ രാവിലെ അത് നമ്മളിപ്പോൾ ഓൾറെഡി ഫിക്സ് ചെയ്തു. നാളെ രാവിലെ 4 മണിക്ക് എല്ലാവരും ഈ ജ്ഞാനത്തെ കാണും, ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിക്കാൻ പോവുകയാണ് നാളെ മുതൽ.
ഇനി 11-ാം അധ്യായം നോക്കും. 11-ാമത്തെ വചനം കേട്ടോട്ടോ. എന്റെ വചനങ്ങളിൽ എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട്, എന്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. ഡയറക്റ്റ് നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. എന്ത് ചെയ്യണം? എന്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ. ഒന്നെല്ലാവരും ശക്തിയോടെ പറഞ്ഞേ, എന്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ. അതാണ് വാസ്തവത്തിൽ ഈ വചനം എന്ന് പറഞ്ഞാൽ ജ്ഞാനം തന്നെയാണ്. ദൈവത്തിൻ്റെ വചനം ജ്ഞാനം തന്നെയാണ്. ഒരു ബൈബിളൊന്നും തന്ന, ഒരു ബൈബിൾ. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഈ ഒരു സീറോ മലബാർ പോലെ അല്ലെങ്കിൽ മലങ്കര പോലെ തന്നെയുള്ളൊരു മറ്റൊരു കത്തോലിക്ക സഭയാണ്, അല്ലെങ്കിൽ കത്തോലിക്ക റീത്താണ് ബൈസെൻറ്റൈൻ ഗ്രീക്ക് കാത്തലിക് റീത്ത് എന്നൊക്കെ പറഞ്ഞത്. ബൈസെൻറ്റൈൻ ഗ്രീക്ക് കാത്തലിക് റീത്ത്. അപ്പോൾ അവർ ഈ മലങ്കര കുർബാനയെക്കാളും കുറച്ചുകൂടി വിശദമായിട്ടുള്ള കുർബാനയാണ്. അതിൽ വൈദികൻ സുവിശേഷം വായിക്കാൻ ഈ മദ്ബഹായുടെ അകത്തു നിന്ന് വളരെ ആഘോഷപൂർവ്വം 2 പേര് അപ്പുറത്തും ഇപ്പുറത്തും മെഴുതിരിയെല്ലാം കത്തിച്ച് പിടിച്ചിങ്ങനെ വരും. അങ്ങനെ വന്നിട്ട് വൈദികൻ ഉച്ചസ്വരത്തിൽ ഇങ്ങനെ പ്രഖ്യാപിക്കും, Wisdom be attentive. ജ്ഞാനം ശ്രദ്ധയോടെ കേൾക്കുവിൻ. ഗ്രീക്കിൽ ഇങ്ങനെയാണ്, സോഫിയ ഓർത്തി, സോഫിയ ഓർത്തി. സോഫിയ എന്ന് പറഞ്ഞാൽ ജ്ഞാനം. Wisdom be attentive, Sophia ഓർത്തി. ഇത് കേൾക്കുമ്പോഴല്ലോ എനിക്ക് ആ കുർബാനയിൽ ഞാൻ ഇത് കേൾക്കാൻ വേണ്ടി പോണ മാതിരിയാണ്. എനിക്കതങ്ങ് കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് എന്തോ ഒരു പ്രകാശരശ്മി ഇങ്ങനെ കടന്ന് ഒഴുകുന്ന ഒരനുഭവമാണ് എനിക്കതിങ്ങനെ ഓരോ ധ്യാനത്തിലും പറയുമ്പോഴും എനിക്ക് ഭയങ്കര ഒരു അനുഭവമാണ്. ഈ വിശുദ്ധ ഗ്രന്ഥം മുഴുവനും ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. സോഫിയ ഓർത്തി. അപ്പോൾ അതാണ് നമുക്കുണ്ടാകേണ്ട ഒരു വെളിവ്. ആ പശ്ചാത്തലത്തിലാണ് യോഹന്നാൻ്റെ പ്രലോഗ് സുവിശേഷത്തിൻ്റെ ആദ്യം പറയുന്നത്, ആദിമേം ശബ്ദ था, शब्द ईश्वर के साथ था, शब्द ईश्वर ही था, सब कुछ उसके द्वारा बना गया, उसके बिना कुछ भी नहीं बना, उसमें जीवन था, उसमें जीवन था, उस जीवन इंसान का ज्योति था, उस ज्योति अंधकार में चमकती है, अंधकार उसको नहीं बुझा सका. ആ പ്രകാശം മനുഷ്യൻ്റെ പ്രകാശമാണ്. അത് അന്ധകാരത്തിൽ പ്രകാശിക്കുന്നു. അന്ധകാരത്തിനെ അതിനെ കീഴടക്കാൻ. അപ്പോൾ ഇവിടെ അന്ധകാരം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും പിശാചിനെയും പാപത്തെയും അതെല്ലാം അന്ധകാരം തന്നെയാണ്. പക്ഷെ അന്ധകാരത്തിന് മറ്റൊരർത്ഥമുണ്ട്. ജ്ഞാനവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ അന്ധകാരം എന്നാൽ അജ്ഞതയാണ്. അജ്ഞത, ഇഗ്നറൻസ്. ആ മനുഷ്യവംശം മുഴുവനും ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞതയിലാണ്.
ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞതയിലാണ്. ആ അജ്ഞത അകറ്റാൻ വേണ്ടിയാണ് ദൈവം തൻ്റെ മകനെ ജ്ഞാനമായി അയച്ചത്. ക്രിസ്തുവിലുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടെ നിന്നാണ്. ദൈവം അവനെ നമുക്കായി ജ്ഞാനമാക്കിയിരിക്കുന്നു. എന്തിനാണ്? നമ്മളിലുള്ള അജ്ഞത അകറ്റാൻ. ഇത് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ കണക്കാക്കണം. അജ്ഞത അകറ്റാൻ ജ്ഞാനത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ അർത്ഥത്തിലാണ് യെശയ്യായിൽ പറഞ്ഞതും മത്തായിയുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായം 16-ാമത്തെ വചനത്തിലെല്ലാം 4:16 അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. എന്താണ് അന്ധകാരത്തിൽ ഇരുന്ന ജനം ഒരു പ്രകാശം കണ്ടു എന്ന് പറയുന്നത്? കർത്താവ് ഈശോ മിശിഹായുടെ മനുഷ്യാവതാരമാണ്. ആ മനുഷ്യാവതാരത്തിലൂടെ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തി മനുഷ്യനായി. ഇപ്പം പെട്ടെന്ന് വരുന്നത് നക്ഷത്രമാണ്. ഇത് നക്ഷത്രം അബ്രാഹത്തിൻ്റെ നക്ഷത്രമല്ല. ജ്ഞാനികൾ നക്ഷത്രം കണ്ടു. ക്രിസ്മസ് ആണ്. ക്രിസ്മസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നക്ഷത്രം. പിള്ളേരെ ക്രിസ്മസായി, നക്ഷത്രം കെട്ടണം. മമ്മി എന്താ ഇതിൻ്റെ അർത്ഥം? അതൊന്നും ഇപ്പം എനിക്ക് അറിഞ്ഞൂടാ. ക്രിസ്മസ് ആകുമ്പോൾ എല്ലാവരും നക്ഷത്രം കെട്ടണം. പറയും, ആരെങ്കിലും ഒന്ന് പറയും, എന്താ ഈ നക്ഷത്രത്തിൻ്റെ അർത്ഥം? ഇവിടെയാണ് നമ്മൾ ഒരുപാട് ആചാരങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ശരിയായ അർത്ഥം നമ്മൾക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. നക്ഷത്രത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചിട്ട് ആർക്കും ഒരു ഉത്തരം പറയാൻ പറ്റുന്നില്ല. ക്രിസ്മസ് ആണ്, നക്ഷത്രം കെട്ടണം. നക്ഷത്രം ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ആ ദൈവത്തിൻ്റെ ജ്ഞാനം ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് നൽകുന്നത്. എന്നിട്ട് ആ അറിവ് എല്ലാവർക്കും കാണാവുന്ന മാതിരി ആയിരുന്നുവെങ്കിലും ആരാണ് ആ നക്ഷത്രത്താൽ ആകർഷിക്കപ്പെട്ടത്? ജ്ഞാനികളാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അവര് ക്രിസ്ത്യാനി ആയിരുന്നോ? അവർ യഹൂദരായിരുന്നോ? അല്ല, അവർ യഹൂദരുമായിരുന്നില്ല, അവർ ക്രിസ്ത്യാനികളുമായിരുന്നില്ല. അവര് വിജാതീയ രാജാക്കന്മാരായിരുന്നു, പാഗൻസ്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം, ഈ ദൈവത്തെക്കുറിച്ചുള്ള വെളിപാട് ആദ്യം ആർക്കാണ് ദൈവം കൊടുക്കാൻ തീരുമാനിച്ചത്? വിജാതീയർക്കാണ്. അതുപോലെ തന്നെ ഇനി അതിനെക്കുറിച്ചൊന്ന് പറയുമ്പോൾ, അങ്ങനെ അവർ ആ നക്ഷത്രത്തിൽ കൂടി കിട്ടിയ ജ്ഞാനത്താൽ അവർ വന്നു, ദൂരദേശത്തുനിന്ന് വന്നു. ഈ ജെറുസലേമിൽ വന്നു. രാജാക്കന്മാരല്ലേ, രാജാക്കന്മാർ വന്നാൽ ആദ്യം അരമനയിലേക്ക് പോകില്ലേ? അരമനയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ രാജാവിനോട് പറഞ്ഞു, നിങ്ങളുടെ നാട്ടിലൊരു രാജാവ് പിറക്കാൻ പോണെന്ന് പറഞ്ഞു. ഹെറോദേസിന് അപ്പോഴേ തന്നെ ഭയമായി. അയാൾ ഒരു കുഞ്ഞ് രാജാവ് ജനിക്കുമ്പോഴെന്ന് പറഞ്ഞപ്പോഴേക്കും ഇയാൾക്ക് ഭയമായി. എൻ്റെ രാജ്യത്ത് വേറെ രാജാവോ? ആരെവിടെ? എന്താണ് ഈ കേൾക്കണേ? പ്രധാന പുരോഹിതന്മാരെ, ജ്ഞാനികളെ, വരുവിൻ. എന്തായി കേൾക്കണേ? അതേ തിരുമേനി, എഴുതപ്പെട്ടിരിക്കുന്നു പ്രവാചകൻ മുഖേന. കണ്ടോ? എഴുതപ്പെട്ടിരിക്കുന്നു. അതനുസരിച്ച് കൃത്യമായി ബെത്ലഹേം എഫാത്ത, നീ യൂദാ നഗരങ്ങളിൽ ഏറ്റവും ചെറുതാണെങ്കിലും നിന്നിൽ നിന്നായിരിക്കും ഇസ്രായേലിനെ നയിക്കാനുള്ള രാജാവ്. പക്ഷേ അവിടെ അല്ലാന്ന് മനസ്സിലായി ഇവർക്ക്. ഇനി വേറെ രാജകൊട്ടാരം അന്വേഷിച്ചു. പക്ഷെ ഈ നക്ഷത്രം അവരെ ഇങ്ങനെ നയിച്ച് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ നക്ഷത്രം അവിടെ നിന്നു. അവർക്ക് മനസ്സിലായി, ആ നക്ഷത്രം
നിന്ന അവിടെയാണ് രാജാവ്. നോക്കിയപ്പോൾ ഒരു ഒട്ടാരമില്ല, ഒരു തൊഴുത്ത്. ആ തൊഴുത്തിൻ്റെ അകത്തേക്ക് ഇവർ കുനിഞ്ഞങ്ങനെ കയറിയപ്പോൾ പിള്ളക്കച്ചകളിൽ പൊതിഞ്ഞ് ഈ നക്ഷത്രത്തേക്കാൾ വലിയ പ്രകാശം അവരുടെ കണ്ണഞ്ചിപ്പിച്ചു. രാജാക്കന്മാരായ അവർ താഴ്ന്നു വീണു ആരാധിച്ചു. ഇതാണ് ജ്ഞാനം. അവർ വളരെ സംതൃപ്തരായി. പക്ഷെ അവരോട് ഹെറോദേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ എന്നോട് വന്ന് പറയണം, ഞാനും വന്ന് ആരാധിക്കാം. അതൊരു ട്രിക്കായിരുന്നു എന്നുള്ളത് അന്ന് ഇവർക്ക് മനസ്സിലായില്ല. പക്ഷെ യേശുവാകുന്ന ജ്ഞാനത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ അവരോട് ആ ജ്ഞാനം പറഞ്ഞു, നിങ്ങൾ ഹെറോദേസിൻ്റെ ഭവനത്തിൽ, ഹെറോദേസിൻ്റെ അരമനയിൽ പോകരുത്, നിങ്ങൾ മറ്റൊരു വഴിക്ക് പോയിക്കൊള്ളൂ. ഇതാണ് നിങ്ങളോട് ഞാൻ വന്ന വഴിയെ പോകരുത്. അപ്പോൾ നിങ്ങളെല്ലാം പ്ലാൻ ചെയ്തിട്ട് ധ്യാനം കഴിഞ്ഞാൽ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണം, ഈ പ്ലാൻ എല്ലാം പൊട്ടും. ഇതൊന്നും നടക്കാൻ പോണില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോഴേ വിചാരിച്ചോ, ഇതൊന്നും നടക്കാൻ പോണില്ല, ഇതെല്ലാം ക്യാൻസലാവും. കാരണം ഞാനും നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഹെറോദേസിൻ്റെ പാലസിലേക്ക് പോകരുത്, നിങ്ങൾ മറ്റൊരു വഴിയേ പോകൂ. ഈ രാജാക്കന്മാർ 3 പേരും കൂടി എടുത്ത തീരുമാനമാണെങ്കിലും അവർ ഉടനെ ആ ദൈവം പറഞ്ഞത് കേട്ടു. അതാണ് ജ്ഞാനം, അതാണ് ജ്ഞാനം. അപ്പോൾ ദൈവത്തിൻ്റെ വചനമാകുന്ന യേശു ഈ ജ്ഞാനമായി പ്രത്യക്ഷപ്പെട്ടു. ആ ജ്ഞാനികളെ ജ്ഞാനമായ തന്നിലേക്കെല്ലാം നയിച്ചു. അതാണ് ക്രിസ്മസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വചനം. എൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. ഇപ്പൊ ഞാൻ ഓരോ വചനം വായിക്കുമ്പോണ്ടല്ലോ, ഇങ്ങനെ ധൃതി പിടിച്ച് അങ്ങനെ വായിച്ചു പോകല്ല ചെയ്യണേ കേട്ടോ. ഒരു വചനം വായിച്ചിട്ട് അതിൻ്റെ അകത്ത് ജ്ഞാനം എന്താണ് എന്ന് ഇങ്ങനെ ചുഴിഞ്ഞ് നോക്കണം, അതിനെ ശ്രദ്ധിക്കണം, വളരെ നേരം പ്രാർത്ഥിക്കണം. ആ വചനത്തിൻ്റെ ഉള്ളിൽ നമ്മൾ സാധാരണ മാനുഷിക ജ്ഞാനത്തിലാണ് വചനങ്ങൾ വ്യാഖ്യാനിക്കുന്നത്. അതിന് ദൈവീകമായ ഒരു വ്യാഖ്യാനം ഉണ്ടാകണം. ദൈവിക രഹസ്യങ്ങളിൽ അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്, അത് കണ്ടുപിടിക്കണം. ഈ ബോധ്യത്തോടു കൂടി വചനം വായിക്കണം, ഈ ബോധ്യത്തോടു കൂടി വചനം പഠിക്കണം. അപ്പോഴാണ് ദൈവമേ, ഇത്രയും നാള് ഇതേ വചനം തന്നെ ഇത്രയും നാള് വായിച്ചിട്ടും മനസ്സിലാകാത്ത പുതിയ കാര്യങ്ങൾ നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. ഇപ്പം ഇന്ന് നമ്മൾ 13-ാം അധ്യായം, 1 കൊറിന്ത്യർ 13 വായിച്ചപ്പോൾ നമ്മൾ എന്തോരം വായിച്ചിട്ടുള്ളതാണ് ഇല്ലേ? എന്നാൽ 4 മുതൽ 8 വരെയുള്ള 4 വചനങ്ങളിൽ 16 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനെ സഹായിക്കുന്നതും അത്യാവശ്യമായിട്ടുള്ള 16 കാര്യങ്ങൾ അതിലുണ്ടെന്നുള്ളത് മനസ്സിലായില്ലേ? അങ്ങനെ വചനം പഠിക്കണം. ഓക്കെ, അധികം വിശദീകരിക്കുന്നില്ല. അപ്പോൾ 6:11 എന്താണ് ജ്ഞാനം? 6:11 പറയുന്നത് ഒന്നുകൂടി, എൻ്റെ വചനങ്ങളിൽ അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. ആ വചനം ഇതിനെ നമ്മൾ ഇനി കാണേണ്ടത്
യേശു ക്രിസ്തു എന്ന അവതരിക്കപ്പെട്ട മനുഷ്യാവതാരം ചെയ്ത വചനമായിട്ട് കാണണം. കർത്താവിൻ്റെ മല വിചാരിച്ചോട് പോയിച്ചു പോയി തറച്ചു പിള്ളേരെ കർത്താവിൻ്റെ മല അല്ല കർത്താവിൻ്റെ മല എന്ത് ചെയ്യില്ലേ കർത്താവിൻ്റെ മല ഇങ്ങനെയൊന്നും കുരിശ് വരച്ചാൽ ഒരു ജ്ഞാനവും കിട്ടാൻ പോണില്ല. മാലപ്പടക്കത്തിന് തീ കൊടുത്ത മാതിരി പിള്ളേർ അടിച്ചു കൊടുക്കുക. അവർക്ക് ഇനി TV സീരിയൽ കാണാനുള്ളതാണ്. അപ്പോൾ അവരോട് പറയണം, മക്കളെ അങ്ങനെയല്ല. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് എന്ത് ചെയ്തു എന്ന് വചിച്ചു. പരിശുദ്ധ മറിയത്തോട് വചിച്ചു. അപ്പോൾ എന്ത് പറ്റി? പരിശുദ്ധ മറിയത്തിന് ഗർഭിണിയായി. അടാ അതെന്ത് പരിപാടിയത്? ചിന്തിക്കണം. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. ഞാൻ ഒരുപാട് ദിവസം ധ്യാനിച്ചിട്ടുള്ള ഒരു വാക്കാണിത്. പരിശുദ്ധ മറിയത്തോട് വചിച്ചു. നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ ഇച്ചിരി ക്രമം മാറ്റണോ വേണ്ടയോ? ഒന്നുമില്ല, മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചാൽ മതി. ഓക്കെ, ഇനി 6:12 വായിക്കാം. അപ്പോൾ ആദ്യത്തെ പോയിന്റ്, ജ്ഞാനം എവിടെ നിന്ന് ലഭിക്കുന്നു? എൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. ആ വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ അതെവിടെയാണ്? 119 അധ്യായത്തിൽ 130 വചനം കൂടി ഒന്ന് വായിച്ചു നോക്കിയേ. അങ്ങയുടെ വചനങ്ങളുടെ സങ്കീർത്തനം 119:130. അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു. എളിയവർക്ക് അത് അറിവ് പകരുന്നു. കേട്ടോ, ഇതുമായിട്ട് ഫിറ്റ് ആയില്ലേ? അങ്ങയുടെ വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം. ആ പ്രകാശം എന്ന് പറയുന്നത് ഈ ജ്ഞാനം തന്നെയാണ്. എളിയവർക്ക്. അപ്പോൾ ഇവിടെ എളിയവർ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഞാൻ പറയാണ്, ഞാൻ 25 വർഷമായിട്ട് എനിക്കിതൊക്കെ അറിയാം, ഇയാൾ വലിയ കാര്യമൊന്നും പറയണ്ട. ഇപ്പം എന്ത് സംഭവിക്കും? ഞാനും പറയും, എന്നാൽ ശരി സാറേ, നിൻ്റെ ഇഷ്ടം മാറിയതോ, ഞാൻ അങ്ങോട്ട് പോകാൻ. വെളുപ്പിന് ഞാനും പതിവാതൊക്കെ മുട്ടുമ്പോഴേ നമ്മൾ പറയാണ്, എനിക്കിതൊക്കെ അറിയാം ജ്ഞാനമേ എന്ന് പറഞ്ഞാലോ, ഓക്കെ, നിനക്കറിയാമെങ്കിൽ നന്നായി. അപ്പം നമ്മൾ ജ്ഞാനം നമുക്ക് ലഭിക്കുന്നതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നെന്താണ്? എനിക്കറിയില്ല കർത്താവേ, പരിശുദ്ധാത്മാവേ, എനിക്കറിയില്ല. മറിച്ച് എനിക്കറിയാം, എനിക്കിതൊക്കെ അറിയാം എന്ന് പറയുമ്പോൾ ജ്ഞാനം നമ്മളിലേക്ക് ഒഴുകില്ല. സിമ്പിൾ. അതിനെയാണ് അല്പം ഈ എളിമ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നമ്മൾ എളിമപ്പെടണം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. അതാണ് എളിമയുള്ളവർക്ക് അറിവ് ലഭിക്കുന്നു. വചനത്തിൽ നിന്ന് തന്നെ. വചനം തന്നെ നമ്മൾ വായിക്കുമ്പോൾ, ഈ വചനമൊക്കെ ഞാൻ ഒരുപാട് പ്രസംഗിച്ചിട്ടുള്ളതാണ്, എനിക്കിതൊക്കെ അറിയാം എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വചനം നമ്മൾക്ക് ജ്ഞാനം പകരില്ല. ക്ഷമിക്കണം. ഓക്കെ, ഇപ്പം എത്രയായി? മുന്നോട്ട് പോണില്ലല്ലോ. 6:12 എന്ന് വായിച്ചേ. തേജസ്സുറ്റതാണ് ജ്ഞാനം. തേജസ്സുറ്റതാണ് ജ്ഞാനം. ഒന്ന് ഉച്ചത്തിൽ വായിച്ചേ. തേജസ്സുറ്റതാണ് ജ്ഞാനം, അത് മങ്ങിപ്പോവുകയില്ല. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവർക്ക് നിഷ്പ്രയാസം അവളെ തിരിച്ചറിയാൻ അവളെ തേടുന്നവർ കണ്ടെത്തുന്നു. ഒന്നുകൂടി വായിച്ചേ. ഇതിനകത്ത് എത്ര കാര്യങ്ങളുണ്ടെന്ന് നോക്കിയേ. തേജസ്സുറ്റതാണ് ജ്ഞാനം, അത് മങ്ങിപ്പോവുകയില്ല. ജ്ഞാനത്തെ സ്നേഹിക്കുക. നിഷ്പ്രയാസം അവളെ തിരിച്ചറിയും. അവളെ തേടുന്നവർ കണ്ടെത്തുന്നു. പ്രൈസ് ദി ലോർഡ്. കണ്ടോ? അപ്പോൾ ഒന്ന് ജ്ഞാനത്തെ സ്നേഹിക്കുക.
നമ്മൾ എന്തിനെ സ്നേഹിക്കുന്നുവോ അതുമായിട്ട് നമ്മൾ ഒന്നാകും. ഇതറിയാലോ, നമ്മൾ ആളെ സ്നേഹിച്ച ആളുമായിട്ട് നമ്മൾ ഒന്നാകും. ഭാര്യയെ സ്നേഹിച്ച ആ ഭാര്യയുമായിട്ട് ഒന്നായി, ഭർത്താവിനെ സ്നേഹിച്ച ഭർത്താവുമായിട്ടൊന്നായി. സ്വർണത്തെ സ്നേഹിച്ച സ്വർണം എവിടെയുണ്ടോ അവിടെ ഓടി നടക്കും നമ്മൾ. വഴിക്കെങ്ങാനും ഒരു സ്വർണ്ണക്കടയുടെ ബോർഡ് കണ്ടാൽ ഉടനെ വണ്ടി ചവിട്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് കയറിയിട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറയും. എന്താ? സ്വർണത്തെ സ്നേഹം. അമ്മച്ചിമാർക്ക് ചേച്ചിമാർക്കൊക്കെ നല്ല പരിചയമുള്ളതാണല്ലേ സ്വർണ്ണക്കട കണ്ടു കഴിഞ്ഞാൽ. സിസ്റ്റർമാർക്ക് പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ല. സ്വർണം ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. സ്വർണം മഹത്വത്തിൻ്റെ അടയാളമാണെന്നുള്ളതാണ് ഈ സ്വർണത്തിൻ്റെ പ്രധാന തത്വം. സ്വർണത്തിന് വിലയുണ്ടായത് നമ്മുടെ ഭോഷത്തരം കൊണ്ടാണ്. പക്ഷേ സ്വർണത്തിന് പള്ളികളിലൊക്കെ സ്വർണം മഹത്വത്തിൻ്റെ അടയാളമാണ്. സ്വർണം മഹിമയുടെ അടയാളമാണ് സ്വർണം. അങ്ങനെയാണ് സ്വർണത്തിന് വിലയുണ്ടാകാൻ തുടങ്ങിയത്. ഓക്കെ, അത് പോട്ടെ. അപ്പോൾ നമ്മൾ എന്തിനെ സ്നേഹിക്കുന്നുവോ, ജ്ഞാനത്തെ സ്നേഹിക്കുകയാണെങ്കിൽ നമ്മൾ എവിടെയെല്ലാം ജ്ഞാനം കിട്ടാവുന്നോ അതെല്ലാത്തിലേക്ക് നമ്മളങ്ങ് ആകർഷിക്കപ്പെടും. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു സെമിനാരിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം എവിടെ കൊണ്ടുപോകും അച്ഛന്മാർ? റെഫ്രിജറേറ്ററിൽ കൊണ്ടുപോകും അല്ലേ? ചായ കുടിക്കാം, ഭക്ഷണം കഴിക്കാം, ഇതൊക്കെ കൊണ്ടുപോകും. അപ്പോൾ നിങ്ങൾ ജ്ഞാനത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? നിങ്ങളെന്ത് പറയും? എവിടെ? ചാപ്പലിൽ പോകും. ഓ, പക്ഷേ ലൈബ്രറിയിലൊന്ന് പോയാലോ? അത് ചിന്തിക്കാറില്ല. നമ്മളിങ്ങനെ സെമിനാരിയിലൊരു ലൈബ്രറി ഉണ്ട്, അവിടെ ചെന്നിട്ട് ആ മാറാമ്പലേക്കൊന്ന് മാറ്റി, ഓ അഗസ്തീനോസ്, ഇഗ്നേഷ്യസ് ഓഫ് ലയോള, ഇങ്ങനെ ഒരുപാട് വിശുദ്ധർ ഈ ലൈബ്രറിയിലിരുന്ന് നമ്മളെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് വലിയൊരു പോയിൻ്റാണ്. നമ്മൾ നല്ല നല്ല വിശുദ്ധരുടെ ജീവിത കഥകളും അവരുടെ പ്രബോധനങ്ങളും വായിക്കണം. ജ്ഞാനത്തെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു പ്രൈവറ്റ് ലൈബ്രറി ഉണ്ടാകണം. നിങ്ങൾക്ക് തന്നെ സ്വന്തമായൊരു ലൈബ്രറി ഉണ്ടാകണം. ഇതെൻ്റെ വലിയൊരു വീക്ക്നെസ്സാണ്. ഞാനും ഒരുപാട് പുസ്തകങ്ങളിങ്ങനെ പണ്ട് ഒരുപാട് കടബാധ്യത ഉണ്ടായിരുന്ന കാലത്തും ഞാൻ ഈ പുസ്തകങ്ങൾ വായിക്കും. അത് എൻ്റെ ഭാര്യയുമായിട്ടൊരല്പം ഞാൻ ഓരോ പ്രാവശ്യം വരുമ്പോൾ ഈ പുസ്തകമൊക്കെ ഇട്ടുകൊണ്ടൊന്നും എൻ്റെ ദൈവം ഇച്ചിരി കാശ് കിട്ടിയപ്പോഴേക്കും അത് മുഴുവൻ ഈ പുസ്തകം മേടിച്ച് കളഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു ഇപ്പോഴാണ് വായിക്കാൻ സമയം കിട്ടുന്ന സമയം, അതുകൊണ്ട് വായിക്കണം, പഠിക്കണം. അപ്പോൾ നമ്മൾ നല്ല പുസ്തകങ്ങൾ, ഡോക്ട്രിനലായിട്ടുള്ള പുസ്തകങ്ങൾ, അങ്ങനെയാണ് കൊച്ചുറേസിയുടെ പുസ്തകങ്ങളും ജോൺ ഓഫ് ദ ക്രോസിൻ്റെ ഇതൊക്കെ നമ്മൾ വായിക്കണം. സഭയുടെ പ്രബോധനങ്ങൾ ഇതൊക്കെ വായിക്കണം. ഇത് വായിക്കുന്നത് ആരായിരിക്കും? ഇത് വായിക്കണത് എങ്ങനെയാണെങ്കിലും ഇത് വായിക്കുക. ജ്ഞാനത്തെ സ്നേഹമുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ്. നിങ്ങളൊരു വീട്ടിൽ ചെന്നാൽ ആ വീട്ടിലെ വായനശാല നോക്കുക, അല്ലെങ്കിൽ അവിടെ വായനശാല ഉണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ കാര്യം നേരെ മനസ്സിലായി. ഉണ്ടെങ്കിൽ അവിടുത്തെ പുസ്തകങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് കണ്ണോടിച്ചാൽ ഉടനെ നമുക്ക് മനസ്സിലാകും ഈ വ്യക്തി ആരാണെന്നും ഈ വ്യക്തിയുടെ ജ്ഞാനതീഷ്ണത എന്താണെന്നെല്ലാം നമുക്ക് മനസ്സിലാവും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വീട്ടിൽ ദൈവികമായ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ ഉണ്ടാകണം. ഇടയ്ക്കെടുത്ത് ഒന്ന് തുറന്ന് നോക്കണം. ഒരുപാടൊന്നും വായിക്കാൻ നമുക്ക് സമയമില്ല. ഒരു പാരഗ്രാഫെങ്കിലും വായിക്കുക. അത് നമ്മുടെ ഉള്ളിലിങ്ങനെ കത്തി 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 നിൽക്കും. ബട്ട് ജോൺ ഓഫ് ദ ക്രോസിൻ്റെ കർമ്മല മലകയറ്റത്തിൽ എന്നെ ആകർഷിച്ച ഒരു സെൻറ്റൻസ് ഇതാണ്. ഞാൻ എല്ലാ ധ്യാനത്തിലും പറയണതാണ്. അത്രയ്ക്ക് എന്നെ ഞാൻ ചുമ്മാ തുറന്നൊന്ന് നോക്കിയപ്പോൾ കിട്ടിയ ഇതാണ്: വെൻ യു ആർ ഓൺ യുവർ വേ, അബാൻഡൻ ദാറ്റ് വേ, ഗോ ടു അനദർ വേ, വേർ ദർ ഈസ് നോ വേ, ദാറ്റ് ഈസ് ദ വേ. പ്രൈസ് ദ ലോർഡ്. ഷടാ, അത് ഞാൻ ഉടനെ കുറിച്ച് കയ്യിലടിച്ചു. എന്നിട്ട് പല പ്രാവശ്യം വായിച്ചു 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 വായിച്ചു. അത് സാവധാനം എൻ്റെ ജീവിതം തന്നെയായി മാറി. വെൻ യു ആർ ഓൺ യുവർ വേ, abandon that way, go to another way,
where there is no way. That is the way. നമ്മൾ പലപ്പോഴും ആ വഴിക്ക് പോകണി എല്ലാം കൃത്യമായിട്ട് നടക്കും എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അതൊരു മാനുഷികമായ കണ്ടെത്തലാണത്. ദൈവികമായ ഒരു കണ്ടെത്തലാണെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവില്ല. എനിക്കൊന്നും മനസ്സിലാവണില്ല, ആ വഴിയാണ് കാണുന്നത്. എന്നാൽ അതാണ് ദൈവത്തിൻ്റെ വഴി. അത് ദൈവത്തിൻ്റെ വഴി ആയതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാകാൻ പറ്റാത്തത്. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും മനസ്സിലാകുകയാണെങ്കിൽ അത് ദൈവത്തിൻ്റെ അല്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് നോക്കണത്. പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ദൈവിക ജ്ഞാനത്തിലൂടെ അല്ല. അത് ഓക്കെ. അപ്പോൾ ജ്ഞാനത്തെ സ്നേഹിക്കുമ്പോൾ ജ്ഞാനം ലഭിക്കും. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ജ്ഞാനത്തെ തേടുന്നവരെ കണ്ടെത്താൻ ജ്ഞാനം തിടുക്കം കൂട്ടുന്നു. പ്രൈസ് ദി ലോർഡ്. ജ്ഞാനത്തെ തേടുന്നവർ, നമ്മൾ ജ്ഞാനത്തെ തേടുക എന്നല്ലേ, അത് അഭിലഷിക്കുന്നു. അവളെ കണ്ടെത്തുന്നു. ജ്ഞാനത്തെ തേടുന്നവൻ അവളെ കണ്ടെത്തുന്നു. അവളെ കണ്ടെത്തുന്നു. പിന്നെ തന്നെ അഭിലഷിക്കുന്നവർക്ക് വെളിപ്പെടാൻ അവൾ തിടുക്കം കൂട്ടുന്നു. അതെങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ ഈ ജ്ഞാനത്തിൻ്റെ തീഷ്ണത നമ്മളിൽ അങ്ങ് നിറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏത് കാര്യത്തിലാണ് ഈശോ നമുക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുന്നത്, ആ മേഖലയിൽ പലതും ആളുകൾ ചുമ്മാ നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ തരികയാണ്. ഉദാഹരണത്തിന് നമ്മൾ കൊച്ചുരേസിയെക്കുറിച്ച് അല്ലെങ്കിൽ ജോൺ ഓഫ് ദ ക്രോസിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അറിയാൻ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ കാണാൻ ഒരു കന്യാസ്ത്രീ വന്നു, പറഞ്ഞു, ദേ കൊച്ചുരേസിയുടെ ഒരു പുസ്തകം എനിക്ക് തരാൻ തോന്നുകയാണ് കേട്ടോ, എന്നാൽ ഇത് വെച്ചോ. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ വേറൊരു ആൾ വന്നിട്ട് പറയുന്നു, ജോൺ ഓഫ് ദ ക്രോസിൻ്റെ കർമ്മലമല കയറ്റം വായിച്ചിട്ടുണ്ടോ, ഇന്നാ ഇത് വെച്ചോ. ചേടാ, ഇത് തന്നെയാണല്ലോ നമ്മൾ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ഇങ്ങനെ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സംഭവിക്കുകയാണ്. നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ, ജ്ഞാനത്തിന് വേണ്ടി നമ്മൾ എന്ത് അഭിലഷിക്കുന്നുവോ, അത് നമുക്ക് കർത്താവ് ഇങ്ങനെ കൊണ്ടുവന്ന് തരും. ഒന്ന് കൈവീശി കാണിച്ചേ. ജയ് ബോലോ ജയ് ബോലോ യേശു മസീഹ കി ജയ് ബോലോ. മനസ്സിലായി? എല്ലാവരും ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നണേ. ഞാൻ ക്ലാസ് നിർത്തട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാൽ അടുത്ത പോയിന്റ്. ഇപ്പോൾ 6:12 കഴിഞ്ഞു, 13, 6:13 കഴിഞ്ഞു, 13, 6:14 നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഈ 6:15 എന്താ പറയുന്നത്? അവളിൽ ചിന്തയുറപ്പിക്കുന്നതാണ്, അവളിൽ ചിന്ത ഉറപ്പിക്കുന്നതാണ് വിവേകത്തിന്റെ പൂർണ്ണത. അവളുടെ കാര്യത്തിൽ ജാഗരൂകതയുള്ളവൻ ദുഃഖവിമുക്തനാകും. അപ്പോൾ ഒരു പ്രാക്ടിക്കൽ കാര്യം കൂടിയാണ്. നമ്മുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളുടെ കാരണം ദൈവിക ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനമില്ലാത്ത തീരുമാനങ്ങളാണ്. ആ തീരുമാനങ്ങൾ ഇനി സംഭവിച്ചു കഴിഞ്ഞാൽ അത് മാറ്റാൻ എന്ത് ചെയ്യണം, അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? അതും ജ്ഞാനം തന്നെയാണ് വഴി. ജ്ഞാനത്തിന് തന്നെയാണ് അതിനെ സഹായിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. ഇപ്പോൾ ഈ 5 വചനങ്ങൾ 11, 12, 13, 14, 15 7 കാര്യങ്ങൾ എങ്ങനെ ജ്ഞാനം കിട്ടും? 1, തൻ്റെ വചനത്തിൽ അഭിലാഷം അർപ്പിക്കുക, ജ്ഞാനം കിട്ടും. 2, ജ്ഞാനത്തെ സ്നേഹിക്കുക, ജ്ഞാനം കിട്ടും. 3, ജ്ഞാനത്തെ തേടുക, ജ്ഞാനം കിട്ടും. 4, ജ്ഞാനത്തെ അഭിലഷിക്കുന്നവർക്ക് വെളിപ്പെടാൻ തിടുക്കം കൂട്ടുന്നു. 4, പ്രഭാതത്തിൽ ഉണർന്ന് അവൾ തേടുക, അവൾ വാതിക്കൽ കാത്തു നിൽക്കുന്നു. 5, 5ആണത്. 6, അവളിൽ ചിന്തയുറപ്പിക്കുക, അതാണ് വിവേകത്തിൻ്റെ ലക്ഷണം. 7, അവളുടെ കാര്യത്തിൽ ജാഗരൂകയായിരിക്കുക, നമ്മൾ ദുഃഖം. 7 പോയിന്റ്. 1, 2, 3. ഇത് നിങ്ങൾ വളരെയധികം സഹായിക്കും. 1, ദൈവിക രഹസ്യങ്ങളുടെ കലവറ തുറക്കാൻ പോവുകയാണ്. ഈ 5
7 കാര്യങ്ങളൊന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് ഒന്ന് സ്തുതിച്ച് പരിശുദ്ധാത്മാവിധേനിൽ നിറയണേ എന്ന് പ്രാർത്ഥിച്ചാലോ? പ്രൈസ് ദ ലോർഡ്. എനിക്ക് തോന്നുന്നതേ സമയം അധികമായി. ഇനി നമുക്ക് ഈശോനെ എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കാം കുറച്ച് നേരം. എന്ത് പറഞ്ഞു ഇല്ലേ? എന്നിട്ട് കുറച്ച് സമയം പ്രാർത്ഥിച്ചിട്ട് പിന്നെ നമ്മൾ ഇന്നലത്തെ മാതിരി രാത്രി ആരാധനയിലേക്ക് പ്രവേശിക്കും. നിങ്ങൾക്ക് കൂടുതൽ ദാഹിക്കുന്നവർക്ക് അതനുസരിച്ച് ടൈം കണ്ടെത്തി ഇന്ന് ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇന്ന് രാത്രി മുഴുവനും കേട്ടോ. 4 മണി എണിക്കും, 5:30 നാളെ പ്രഭാത പ്രാർത്ഥന. യെസ്. അപ്പോൾ നമുക്കിപ്പോൾ ഈശോയെ എഴുന്നള്ളിച്ച് വയ്ക്കാനായിട്ട് ഒരുങ്ങാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.